അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ പി.വി. ഹസൻ സാഹിബ്, പി.കെ. അഹമ്മദ് സാഹിബ്, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നേതാക്കളെ, MSMൻ്റെ സംസ്ഥാന ഭാരവാഹികളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാർ, വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ ഈ പ്രോഫ്കോൺ സമാപിക്കുന്നത്. ഇതിൻ്റെ സമാപന ചടങ്ങ് എന്നുള്ള നിലയ്ക്ക് ഏതാനും വാക്കുകൾ ഇതിൻ്റെ സംഘാടനത്തിന് വേണ്ടി പ്രവർത്തിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വളരെ താല്പര്യപൂർവ്വം കഴിഞ്ഞ 3 ദിവസവും അച്ചടക്കത്തോടു കൂടി പടച്ചതമ്പുരാൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ച പ്രിയമുള്ള എൻ്റെ സ്നേഹിതന്മാരോട്, സഹോദരങ്ങളോട് 2 വാക്കുകൾ മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് ഈ വൈകിയ സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ പടച്ചതമ്പുരാൻ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തിലാണ് നമ്മളുള്ളത് എന്ന കാര്യം നമ്മൾ ആരും വിസ്മരിക്കരുത്. നമ്മുടെ കൂടെ പ്രൈമറി തലത്തിൽ പഠിച്ചവരും നമ്മുടെ കൂടെ ഹൈസ്കൂളിലും +2-നും ഉണ്ടായിരുന്നവരും ഒന്നും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവരൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ പല വഴികളിൽ, മാർഗങ്ങളിലേക്ക് ചിതറി അവരുടെ പഠനത്തിൻ്റെയും തൊഴിലിൻ്റെയും മേഖലയിൽ പലപ്പോഴും പ്രാന്തവൽക്കരിക്കപ്പെട്ടവരാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ സാമർഥ്യം കൊണ്ടോ, നമ്മുടേതായ എക്സലൻസ് കൊണ്ടോ ആണ് നമ്മളൊക്കെ പ്രൊഫഷണൽ മേഖലയിൽ എത്തിപ്പെട്ടത് എന്ന് നമ്മൾ ആരും അഹങ്കരിക്കുന്നില്ല. നമ്മുടെ കൂടെ കോച്ചിങ്ങിനുണ്ടായിരുന്നവർ, നമ്മുടെ കൂടെ +2 ക്ലാസ്സിലുണ്ടായിരുന്നവർ, അവരൊക്കെ ചിലപ്പോൾ നമ്മളെക്കാൾ സമർത്ഥരോ നമ്മളെക്കാൾ ബുദ്ധിമാന്മാരോ ആയിരുന്നു. പക്ഷേ അവർക്ക് ഭാഗ്യം ലഭിക്കാത്തത് കൊണ്ട് അവരൊന്നും പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. അള്ളാഹു നൽകിയ അപാരമായ ഒരു അനുഗ്രഹമാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള ഉന്നതമായ സ്ഥാപനങ്ങളിൽ പ്രൊഫഷണൽ കോഴ്സിന് ചേർന്ന് പഠിക്കാൻ നമുക്ക് ലഭിച്ചു എന്നുള്ളത്. ആ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായി തന്നെയാണ് എനിക്ക് തോന്നുന്നു MSM സംഘടിപ്പിക്കുന്ന 13ാമത് പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളുടെ സമ്മേളനങ്ങളുടെയും കൂട്ടായ്മകളുടെയും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹാസികമായ ഒരു സമ്മേളനമായി മാറുന്നത്. സംഘാടകരുടെ പോലും പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും അസ്ഥാനത്താക്കുന്ന വിധമാണ് MSMൻ്റെ പ്രോഫ്കോൺ സമ്മേളനത്തിലേക്ക് കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളുടെ പ്രവാഹമുണ്ടായത്. ഭക്ഷണ വിതരണത്തിലും നമസ്കാരത്തിൻ്റെ അറേഞ്ച്മെൻറ്റിലും മറ്റുള്ള സജ്ജീകരണങ്ങളിലൊക്കെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും നിലയ്ക്ക് ചെറിയ ഒരു പ്രയാസമോ വിഷമോ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയ പ്രതീക്ഷയിൽ കവിഞ്ഞ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം കൊണ്ടാണ്. ക്യാമ്പസ് മലീമസമാകുന്നുവെന്നും ക്യാമ്പസ് ജീർണതകളിലേക്ക് കൂപ്പുകുത്തുന്നുവെന്നും വിദ്യാർത്ഥികളൊക്കെ തിന്മകളുടെ വക്താക്കളാണെന്നും പറഞ്ഞ് പ്രഘോഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ, അക്രമ പ്രവർത്തനങ്ങളുടെ കൂത്തരങ്ങുകളായി ക്യാമ്പസ് അധപ്പതിക്കുന്നു എന്നും ആളുകൾ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക്, അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക്, അത്തരത്തിൽ ആളുകൾ നടത്തുന്ന പ്രസ്താവനകൾക്കുള്ള ഏറ്റവും ക്രിയാത്മകമായ സജീവമായ മറുപടിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗം, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ വിദ്യാർത്ഥി സമ്മേളനം എന്ന് പറയുന്നത്. 2000-ഓളം വിദ്യാർത്ഥികൾ 3 ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിൽ അച്ചടക്കപൂർണമായി പങ്കെടുത്തു എന്നുള്ളതല്ല, മറിച്ച് അവർ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, അവർ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതിജ്ഞകൾ, അവരുടെ മനസ്സിൽ അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾ ഓരോന്നും ഇനി വരുന്ന നാളുകളിൽ കേരളത്തിലെ ക്യാമ്പസുകളെ പിടിച്ചു കുലുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഇസ്ലാം എന്ന് പറയുന്നത് അക്രമത്തിന്റെ, ഭീകരവാദത്തിന്റെ, ഹിംസയുടെ എല്ലാ നിലക്കുമുള്ള പിന്തിരിപ്പൻ ആശയങ്ങളുടെ കേന്ദ്രമാണെന്നും ലോകത്ത് നടക്കുന്ന മുഴുവൻ ഭീകര പ്രവർത്തനങ്ങളുടെയും സ്രോതസ് പരിശുദ്ധ ഖുർആനാണെന്നും മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നിലക്കും പിന്തിരിപ്പൻ ആശയങ്ങൾ പ്രചരിപ്പിച്ച വിവരമില്ലാത്തവനാണെന്നും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ ലോകമെമ്പാടും വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഇസ്ലാമിനെ ചെറുതാക്കാനും കൊച്ചാക്കാനും വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് ക്രിയാത്മകമായ മറുപടി നൽകാൻ തീവ്രവാദ ഭീഷണി കൊണ്ടല്ല, സായുധമായ ബലം കൊണ്ടല്ല, കായിക ശേഷി കൊണ്ടല്ല, ആയുധ പരിശീലനം കൊണ്ടല്ല, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ലോകത്തിന്റെ മാർഗദർശകമായി വെളിച്ചമായി പടച്ചതമ്പുരാൻ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ പ്രബോധകരായി കേരളത്തിലെ സജീവരായ 2000-ഓളം വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിലേക്ക് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇവിടെ കൂടിയിട്ടുള്ള രക്ഷിതാക്കൾക്ക്, ഈ സദസ്സ് വീക്ഷിക്കുന്ന മറ്റു സഹോദരങ്ങൾക്ക്, ക്യാമ്പസിലെ അധികാരികൾക്ക്, ഇവിടുത്തെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നായകരോട് ഞങ്ങൾക്ക് പറയാനുള്ള സന്ദേശം അതാണ്. ഇസ്ലാം സ്നേഹത്തിന്റെ, ശാന്തിയുടെ, മൈത്രിയുടെ കേന്ദ്രമാണെന്നും ഒരു മുസ്ലിമിന് ഒരിക്കലും തീവ്രവാദിയാകാൻ സാധിക്കില്ല എന്നും ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിന്റെ കൃത്യമായ
ആദർശമാണ് ഇസ്ലാം പ്രചരിപ്പിക്കുന്നതെന്നും കൃത്യമായി പഠനത്തിന്റെ, പരീക്ഷയുടെ, കുടുംബ ബന്ധങ്ങളുടെ, സാമ്പത്തികമായ പ്രയാസങ്ങളുടെ, വ്യക്തിപരമായ തടസ്സങ്ങളുടെ ഒന്നും പരിമിതികൾ മാനിക്കാതെ അള്ളാഹുവിന്റെ ദീൻ ഏറ്റെടുത്ത് അതിനുവേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ളവരാണ് ഈ ഇരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ഞാൻ സംസാരിക്കുന്നത്. അള്ളാഹു നൽകിയ ആയുസ്, പടച്ചതമ്പുരാൻ നൽകിയ ആരോഗ്യം, അവൻ നൽകിയ ഈ ദുനിയാവിലെ ജീവിതം അവന് വേണ്ടി തിരിച്ചു കൊടുക്കാനുള്ളതാണെന്ന ബോധം. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും. പടച്ചതമ്പുരാൻ നമ്മളുടെ ശരീരത്തെ, നമ്മളുടെ സമ്പത്തിനെ, നമ്മളുടെ അനുഗ്രഹങ്ങളെ, നമുക്ക് നൽകിയ മുഴുവൻ ശേഷികളെയും കഴിവുകളെയും അല്ലാഹു തആല വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ള പടച്ചതമ്പുരാന്റെ പരിശുദ്ധ ഖുർആനിലെ പരാമർശമാണ് ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുന്നത്. നമ്മളുടെ ശരീരം നമ്മുടേതല്ല, നമ്മുടെ മസ്തിഷ്കം നമ്മുടേതല്ല, നമ്മുടെ കഴിവുകൾ നമ്മുടേതല്ല. അത് പടച്ചതമ്പുരാൻ വിലക്ക് വാങ്ങിയിരിക്കുന്നു. എന്തിനു പകരമായിട്ടെന്നറിയുമോ? അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, അവന്റെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പരമാവധി പരിശ്രമിക്കുമെന്നുള്ള ഉറപ്പിന്റെ പേരിൽ അല്ലാഹു തആല അത് വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. പകരമായി ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? പകരമായി ലഭിക്കുന്ന സമ്മാനം എന്താണ്? ഈ ദുനിയാവിൽ ലഭിക്കുന്ന ഏതെങ്കിലും വില കൂടിയ സർട്ടിഫിക്കറ്റുകളോ ഉന്നതമായ ജോലിയോ സമൂഹത്തിലെ പ്രതാപമോ അല്ല. അതിനേക്കാൾ ഉപരിയായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും സമ്മോഹനമായ സമ്മാനം ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സർവ്വ സുഖങ്ങളും ആസ്വാദനങ്ങളുമുള്ള സ്വർഗമാണ് പകരമായി ലഭിക്കുന്നത്. എന്റെ മുന്നിലിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, സഹോദരിമാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ 3 ദിവസവും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി MSMന്റെ ഈ പ്രോഫ്കോൺ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവുകൾ ശേഖരിച്ച് ഈ അറിഞ്ഞ സന്ദേശം അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമെന്നുള്ള ഉറച്ച ധാരണയോടുകൂടി, ദൃഢമായ പ്രതിജ്ഞയോടുകൂടി നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ നമുക്ക് ആശങ്കിക്കേണ്ടതില്ല, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ചില ആളുകൾ പറയും, ക്യാമ്പസിൽ മതപരമായി നമ്മൾ പ്രവർത്തിച്ചാൽ, ക്യാമ്പസിൽ മതപരമായി നമ്മൾ ജീവിച്ചാൽ, ക്യാമ്പസിൽ നമ്മൾ ജമാഅത്തായി നമസ്കരിച്ചാൽ, ക്യാമ്പസിൽ നമ്മളൊരു നോട്ടീസ് കൊടുത്താൽ, ക്യാമ്പസിൽ നമ്മളൊരു CD വിതരണം ചെയ്താൽ, ക്യാമ്പസിൽ ജീവിക്കുന്ന നമ്മൾ ഹിജാബ് സ്വീകരിച്ചാൽ, നമ്മൾ താടി വളർത്തിയാൽ, നമ്മളൊരു മുസ്ലിമായി ജീവിച്ചാൽ നമുക്ക് പല നിലക്കുള്ള ഭീഷണികൾ വരും എന്ന് പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും ഭീഷണിപ്പെടുത്തുന്നവരുമുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയല്ല ഈ ഇസ്ലാമിന്റെ സന്ദേശം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പരിശുദ്ധ മതത്തിന്റെ ദീപശിഖയുമായി കേരളത്തിന്റെ ക്യാമ്പസുകൾക്കുള്ളിൽ, ഹോസ്റ്റൽ മുറികൾക്കുള്ളിൽ, ക്യാമ്പസിലെ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ നടക്കുന്ന വിദ്യാർത്ഥികളുടെ മുന്നിൽ ഇസ്ലാമിന്റെ ശുദ്ധമായ സന്ദേശവുമായി ഞങ്ങൾ കയറിയിറങ്ങുക തന്നെ ചെയ്യും. ഒരിക്കലും ഏറ്റുമുട്ടാൻ വേണ്ടിയല്ല, ആരെയെങ്കിലും മോശമാക്കാൻ വേണ്ടിയല്ല, വായടപ്പിക്കാൻ വേണ്ടിയല്ല, മുട്ടുമടക്കി പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് ഞങ്ങൾ മനസ്സിലാക്കി സത്യസന്ദേശം അറിയാതെ, ഇത് സ്വീകരിക്കാതെ, ഇത് ഉൾക്കൊള്ളാതെ ഞങ്ങളുടെ കൂടെ പഠിക്കുന്നവർ, ഞങ്ങളുടെ ലാബിൽ പങ്കെടുക്കുന്നവർ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സുഖവും ദുഃഖവും പങ്കിടുന്ന ഞങ്ങളുടെ സഹപാഠികളും, ഞങ്ങളുടെ കൂടെ പഠിക്കുന്നവരും താമസിക്കുന്നവരും ഈ സത്യസന്ദേശം അറിയാതെ മരിച്ചുപോയാൽ നാളെ പടച്ചതമ്പുരാന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഉത്തരവാദിത്തത്തിന്റെ ബോധം കൊണ്ടാണ് പ്രോഫ്കോൺ കഴിഞ്ഞ് കടന്നു പോകുന്ന ഓരോ വിദ്യാർത്ഥികളും വെറും കൈയോടുകൂടിയല്ല നിങ്ങൾ തിരിച്ചു പോകുന്നത്. ഇസ്ലാമിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാനും സംവദിക്കാനും ആശയവിനിമയം നടത്തുവാനുമുള്ള ആയുധങ്ങൾ, കോപ്പുകൾ MSMന്റെ സംഘാടക സമിതി ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് തന്നെ സൗജന്യമായ നിരക്കിൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് അലസമായി വലിച്ചെറിയാനല്ല, നമ്മുടെ റൂമിന്റെ ചവറ്റുകൊട്ടയിൽ വിശ്രമിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ ബസ്സിൽ നിന്ന് ദൂരേക്ക് വേസ്റ്റ് പോലെ എറിഞ്ഞ് ഉല്ലസിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് അതിലടങ്ങിയിട്ടുള്ള സന്ദേശം പടച്ചതമ്പുരാന്റെ ദീനിന്റെ സന്ദേശമാണ്. അതറിയാത്തവരായി, അത് ഉൾക്കൊള്ളാത്തവരായി ഒരു വിദ്യാർത്ഥി പോലും നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനമാണ് ഈ പ്രോഫ്കോണിന്റെ ഏറ്റവും അവസാനത്തെ സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് കടന്നു വരേണ്ടത്. ആ ആദർശവുമായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങളുടെ പഠനം ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല, നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾ ഒരിക്കലും മോശമാകില്ല, നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ഒരിക്കലും മങ്ങലേൽക്കില്ല, ഉറപ്പാണ്. പടച്ചതമ്പുരാന്റെ വാഗ്ദാനമാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, തഖ്വ പുലർത്തിക്കൊണ്ട്, അവന്റെ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ, അവന് വേണ്ടി പണിയെടുത്താൽ, മതപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ഒന്നും നഷ്ടപ്പെടാനില്ല, നഷ്ടമില്ല മക്കളെ, നേട്ടം മാത്രമാണ് സഹോദരങ്ങളെ, വിജയം മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജീവിതത്തിന്റെ സകല പ്രതിസന്ധികളിൽ നിന്നും, ഊരാക്കുടുക്കുകളിൽ നിന്നും, ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും പടച്ചതമ്പുരാൻ നമുക്ക് ആശ്വാസം ഉണ്ടാക്കി തരും, അതിന് പോംവഴിയും പരിഹാരവും ഉണ്ടാക്കി തരും. മാത്രമല്ല അള്ളാഹുവിന്റെ വാഗ്ദാനം തുടരുകയാണ്,
നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ ഉപജീവന മാർഗത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ കരിയറിൽ, നമ്മുടെ ഭാവി ജീവിതത്തിൽ, നമ്മുടെ കുടുംബകാര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറെ സംഗതികളില്ലേ, അതിനപ്പുറം, പ്രതീക്ഷിക്കുന്നതിനപ്പുറം വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്,